എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ടെക് സവാരിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വ്ളോഗർ ആയാൽ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. പലർക്കും വ്ളോഗിങ്ങിനെ കുറിച്ച് കേട്ടറിവ് പോലും കാണില്ല. എന്നാൽ ഒരു വ്ളോഗർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്ളോഗിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക, എന്താണ് സാമ്പത്തിക നേട്ടങ്ങൾ, എന്താണുള്ളത്, നമ്മുടെ ബിസിനസ്സിലുള്ള നേട്ടങ്ങൾ എന്താണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗിങ് ചാനൽ ചെയ്യുന്നതിനെക്കുറിച്ചും വ്ളോഗിങ് ചാനൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ്. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. നമ്മളൊരു യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബിൽ നിന്നും പണം സമ്പാദിക്കാം. അതായത് യൂട്യൂബ് വീഡിയോസിൽ നിന്ന്, അഡ്വർടൈസ്മെൻറ്റിൽ നിന്നും നമുക്ക് പണം സമ്പാദിക്കാം. ഈ ഒരു കാര്യം നമ്മളെല്ലാ വ്യക്തികൾക്കും ഏകദേശം അറിയാം. എന്നാൽ എത്രത്തോളം പണം സമ്പാദിക്കാം, എത്ര വ്യൂസിനാണോ പണം കിട്ടുന്നത്, എന്തിനാണ് നമുക്ക് പണം കിട്ടുന്നത്, കൂടുതൽ ലൈക്സിനാണോ പണം കിട്ടുന്നത്, ഇതൊന്നും പലർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. പലരുടെയും ധാരണ വ്യൂസിനാണ് പണം കിട്ടുന്നതെന്നാണ്. എന്നാൽ വ്യൂസിനല്ല പണം കിട്ടുന്നത്. പല സമയങ്ങളിലും പരസ്യം കൊടുത്തിരിക്കുന്ന കമ്പനികൾ കൂടുതൽ പരസ്യങ്ങൾ കൊടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ വീഡിയോയിൽ ആ പരസ്യങ്ങൾ കാണിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ കിട്ടുക. ചില സമയങ്ങളിൽ പരസ്യം വളരെ കുറവായിരിക്കും, പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് റവന്യൂ കുറവായിരിക്കാം. ചില സമയങ്ങളിൽ നേരെ തിരിച്ചുമായിരിക്കാം. വ്യൂസ് വളരെ കുറവായിരിക്കാം, പക്ഷേ പരസ്യങ്ങൾ ഒത്തിരി കമ്പനികൾ കൊടുത്തിരിക്കുന്ന സമയമായിരിക്കാം. ആ സമയത്ത് നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ ഒരു മലയാളം വ്ളോഗിങ് ചാനൽ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവേഴ്സ് വരുന്ന ഒരു ചാനലാണെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു റവന്യൂ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഒരു ഹിന്ദി ചാനൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ചാനലുകളാകുമ്പോഴത്തേക്കും അവർക്ക് വ്ളോഗിങ് കുറച്ചും കൂടെ ഏതൊരു സബ്ജക്റ്റിനെ വെച്ച് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഹെൽത്ത് ആയിക്കോട്ടെ, ബ്യൂട്ടി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനെ വെച്ച് ചെയ്യുമ്പോഴും അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. മലയാളം ചാനലുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. കാരണം നമ്മൾ മലയാളികൾ മാത്രമായിരിക്കും കൂടുതലായിട്ടും ആ ചാനൽ കാണുന്നത്. മലയാളികൾ അതുപോലുള്ള ചാനലുകൾ കാണാൻ വളരെ കുറവ് കമ്മ്യൂണിറ്റിയാണ് മലയാളികളുടെ ഇടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗിങ് ചാനൽ ചെയ്തിട്ട് യൂട്യൂബിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ കണ്ടൻറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻറ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ലൊരു റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും സാധാരണഗതിയിൽ ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ രീതിയിൽ നമുക്കൊരു 15,000 രൂപ, 20,000 രൂപ വരെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരാൾക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ മാത്രം സമ്പാദിക്കാം. അടുത്തതായി നമ്മൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ചെയ്യുന്നുണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനലുകൾ വഴി, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് വഴി നമുക്ക് പല പ്രോഡക്റ്റുകളെയും മാർക്കറ്റ് ചെയ്യാം. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൗന്ദര്യത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിയെ സംബന്ധിക്കുന്ന ഒരു ചാനലാണെന്ന് കരുതുക. നമ്മൾ ആദ്യത്തെ കുറേ വീഡിയോസ് നമ്മൾ പല ടിപ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആളുകൾക്ക്. പല ടിപ്സുകൾ നമ്മളായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഹോം മെയ്ഡ് ഫേഷ്യൽസ് അല്ലെന്നുണ്ടെങ്കിൽ മാസ്കുകൾ, ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് നമ്മളുടെ ചാനൽ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഫെയിംബിറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക്, ഫെയിംബിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നമ്മളുടെ യൂട്യൂബ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫെയിംബിറ്റിൽ ഒത്തിരി പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കമ്പനികൾ ഒരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മളുടെ ചാനലിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു പ്രോസസ്സുണ്ട്. അതൊരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇത് ഫെയിംബിറ്റിലൂടെ മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. നമ്മളുടെ ചാനൽ ത്രൂ നമ്മൾ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കമ്പനിയിൽ നിന്നും നമുക്കൊരു എമൗണ്ട് നമ്മളുടെ ഫീസായി നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതിനെയാണ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടണം. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതനുസരിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെക്കാട്ടിലും കൂടുതലായി ഒരു റവന്യൂ നമുക്ക് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് വഴി നേടാൻ സാധിക്കാം. അതിൽ ടെക്നോളജി സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ ഫോണുകളാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് റവന്യൂ മേടിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജി പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർസ് ആകാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജി ചാനലുകളിലൂടെ മാർക്കറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ചാനൽ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലും വീഡിയോസ് എല്ലാം വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും ആയിരിക്കണം.
ഇനി അതല്ല, ഇനി ഒരു ഹെൽത്ത് സംബന്ധിക്കുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്തെങ്കിലും ഒരു ക്രീംസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ മാസ്ക്, ലിപ്സ്റ്റിക്, എന്തെങ്കിലും സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പുതിയ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ അവർക്ക് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കമ്പനികളിൽ നിന്ന് നമ്മളുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് ഡീറ്റെയിലുകളോ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ കോൺടാക്റ്റ് ചെയ്യുകയും നമുക്ക് ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും നമുക്കൊരു ഫീസ് നമുക്കതിന് വാങ്ങാനും സാധിക്കാം. ഇത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആണ്. യൂട്യൂബിൽ നിന്നും കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ റവന്യൂ നമുക്ക് ഈ ഒരു രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരു ട്രാവൽ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള സാധ്യതകൾ എന്താണ്? ട്രാവൽ വ്ളോഗ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ചാനൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക. അതിനായി നമുക്കറിയാവുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ മനോഹരമായിട്ടുള്ള ഭംഗികളും അവിടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന റിസോർട്ടുകൾ, ഇതിനെയൊക്കെ നല്ല വ്യക്തമായി തന്നെ നമ്മളുടെ ചാനലിൽ പരിചയപ്പെടുത്തുക. കണ്ടിന്യൂ ആയി നമ്മൾ ആദ്യത്തെ കുറേ വീഡിയോസ് ഇതുപോലെ ചെയ്യുകയും നമ്മുടെ വീഡിയോസിനെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മളുടെ ചാനലിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ പല പല റിസോർട്ടുകളെയും അതല്ലെന്നുണ്ടെങ്കിൽ പല പല ഹോട്ടലുകളെയും നമ്മൾ പരിചയപ്പെടുത്തുക. അതല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ വീഡിയോ ആക്കുക. ഇങ്ങനെ വീഡിയോ ആക്കിയതിന് ശേഷമുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനികൾ, അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ റിസോർട്ടുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് സെൻറ്ററുകൾ, മസാജ് സെൻറ്ററുകൾ, ഇതുവരൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിങ്ങിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴികൾ തപ്പിയിരിക്കുകയാണ് അവർ. അപ്പോൾ നമ്മളുടെ ചാനൽ ത്രൂ അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. അവരെ സംബന്ധിച്ചിടത്തോളം പുറത്തൊരു TV ചാനലിൽ പരസ്യം കൊടുക്കുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഡെപ്ത് ഉണ്ടാവും അവർ നമ്മളുടെ ചാനൽ ത്രൂ ചെയ്യുന്ന. കാരണം ഈ വീഡിയോ എന്നും ലൈവായി തന്നെ യൂട്യൂബിൽ ഉണ്ടാകുകയും ചെയ്യും. പല സാഹചര്യങ്ങളിലും ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോട്ട് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളതുപോലൊരു ചാനൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ ത്രൂ ആണ് നമ്മളൊരു റിസോർട്ടിനെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്ലേസിനെ പരിചയപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപനത്തിൽ നിന്നും നമുക്കൊരു റവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഫീസ് നമുക്ക് ഫിക്സഡ് ആയിട്ട് വെക്കുകയും ഒരു ന്യായമായ ഫീസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കമ്പനികൾ നമ്മുടെ ചാനലിനെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മൾ ത്രൂ അവരുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനേക്കാട്ടിലും ഒത്തിരി അധികം റവന്യൂ നമുക്ക് ഇതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. അപ്പം ട്രാവൽ വ്ളോഗുകൾ ചെയ്യുന്നവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അല്ലാതെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു റവന്യൂ സാധ്യത മാത്രമല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. യൂട്യൂബിലെ റവന്യൂ പല സമയങ്ങളിലും വേരി ചെയ്ത് നിൽക്കാം. പല സാഹചര്യങ്ങളിലും നമുക്ക് കൂടുതൽ കിട്ടാം, പല സാഹചര്യങ്ങളിലും നമുക്ക് വളരെ കുറവായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ യൂട്യൂബിലെ റവന്യൂ നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വ്ളോഗിങ് കരിയർ നമ്മൾ ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും ഇടവരരുത്. ഇനി നമുക്കൊരു ചർച്ച ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ നമ്മളൊരു ടെക്നോളജി ചാനൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തിൻ്റെ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹെൽത്തിൻ്റെ ചാനലിൽ നമ്മളൊരു ഇപ്പോൾ പറയുക, ഇപ്പോൾ ഒരു സൗന്ദര്യം നമ്മളുടെ നിറം വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഓയിൽമെൻറ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിനെയോ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ചില പ്രോഡക്റ്റുകൾ ആവശ്യമായിട്ട് വരും. ഈ ഒരു പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ മാസ്ക് ഉണ്ടാക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരമായി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഈ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് അവർ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് ഒരു 1,00,000 വ്യൂസ് വന്നിട്ടുണ്ട്. ഈ 1,00,000 വ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ ചിലപ്പം വളരെ കുറവായിരിക്കാം. കാരണം നമ്മൾ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് നെറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയേക്കുന്നത് ചിലപ്പോൾ ഒരു 2,000 രൂപയ്ക്കായിരിക്കും നമ്മൾ വാങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ഈ 1,00,000 വ്യൂസ് വന്നതുകൊണ്ട് നമുക്ക് 2,000 രൂപ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കിട്ടാതിരിക്കാം, പക്ഷേ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്തത് നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ അതിൽ മറ്റൊരു സാധ്യതയുണ്ട്. അതായത് ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സൈറ്റുകളിൽ പോയി നമുക്ക് ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ അഫിലിയേറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ആ അഫിലിയേറ്റ് ലിങ്ക്, ആ പ്രോഡക്റ്റിൻ്റെ ഓരോ പ്രോഡക്റ്റുകളുടെയും അഫിലിയേറ്റ് ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ പ്ലേസ് ചെയ്യുക.
ഈ അഫിലിയേറ്റ് ലിങ്കിലൂടെ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്, ഞാൻ ഈ ഒരു ഓയിൽമെൻറ്റ് ഉപയോഗിച്ചാണ്, ഈ ഒരു ഓയിൽമെൻറ്റും ഈ ഒരു ക്രീം ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫേഷ്യൽ മാസ്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ 1,00,000 വ്യൂസിൽ നിന്ന് മേ ബി ഒരു 100 150 പേര് ഈ പ്രോഡക്റ്റ് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിലൂടെ ചെന്ന് ആ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഓരോ സെയിലിൽ നിന്നും നമുക്കൊരു കമ്മീഷൻ ലഭിക്കുന്നതാണ്. ആ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. നമ്മൾ ഈ അതിൻ്റെ ഒരു 10% 20% പോലും കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള പ്രോഡക്റ്റുകളെ റെഫർ ചെയ്ത് നമുക്ക് നമ്മളുടെ വ്ളോഗിങ് ചാനൽ ത്രൂ വീഡിയോസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് നമുക്ക് അതിൽ നിന്നൊരു റവന്യൂ ഏൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊരു 4 സാധ്യതകളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി.